3 രാജ്യങ്ങളിലെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. നൈജീരിയ, ബ്രസീൽ, ഗയാന എന്നീ രാജ്യങ്ങളിലേക്കാണ് മോദിയുടെ യാത്ര നടക്കുന്നത്. G20 ഉച്ചകോടിക്കായിട്ടാണ് അദ്ദേഹം എത്തുന്നത്. ബ്രസീലിൽ വെച്ചാണ് G20 ഉച്ചകോടി നടക്കുന്നത്. നൈജീരിയയിൽ പ്രസിഡന്റ് HE ബോല അഹമ്മദ് ടിനുബുവിന്റെ ക്ഷണപ്രകാരം പ്രധാനമന്ത്രി ഇന്ന് നൈജീരിയയിലേക്ക് എത്തും. നൈജീരിയയിൽ ദ്വിദിന സന്ദർശനമാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ച റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത്. 17 വർഷത്തിന് ശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നൈജീരിയയിൽ എത്തുന്നതും. നൈജീരിയയുമായുള്ള സഹകരണം ശക്തമാക്കാനുള്ള ചർച്ച മോദിയുടെ സന്ദർശന വേളയിൽ നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്യും. നൈജീരിയയിലെ ഇന്ത്യൻ സമൂഹമായും പ്രധാനമന്ത്രി സംവദിക്കും. 18-ന് ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുല ഡാൻസിൽവായുടെ ക്ഷണപ്രകാരം G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി ബ്രസീലിലെത്തും. ഉച്ചകോടിയിൽ ലോകരാജ്യങ്ങൾ നേരിടുന്ന വിഷയങ്ങളിൽ ഇന്ത്യയുടെ നിലപാടുകൾ പ്രധാനമന്ത്രി വ്യക്തമാക്കും. G20 പങ്കെടുക്കുന്ന അംഗരാജ്യങ്ങളിലെ നേതാക്കളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഉച്ചകോടിയിൽ റഷ്യ യുക്രൈൻ സംഘർഷവും പാലസ്തീൻ ഇസ്രായേൽ സംഘർഷവും ചർച്ചയായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഗയാന പ്രസിഡന്റ് മുഹമ്മദ് ഇർഫാൻ അലിയുടെ ക്ഷണപ്രകാരം നവംബർ 19-നാണ് പ്രധാനമന്ത്രി ഗയാനയിലേക്ക് എത്തുന്നത്. 21 വരെ അവിടെ തങ്ങി. ഗയാനയിൽ നടക്കുന്ന കാരിക്കോം ഇന്ത്യ ഉച്ചകോടിയിലും അദ്ദേഹം പങ്കെടുക്കും. 56 വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഗയാന സന്ദർശിക്കുന്നത്. സന്ദർശന വേളയിൽ ഗയാന പ്രസിഡന്റുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഗയാനയിലെ മറ്റു മുതിർന്ന നേതാക്കളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമോന്നത ദേശീയ അവാർഡ് നൽകി ആദരിക്കാൻ ഒരുങ്ങുകയാണ് കരീബിയൻ ദ്വീപ് രാഷ്ട്രമായ ഡൊമിനിക്ക. COVID-19 മഹാമാരിയുടെ കാലത്ത് കരീബിയൻ രാജ്യങ്ങൾക്ക് നൽകിയ സഹായത്തിനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിലും മോദിയുടെ ശ്രമങ്ങൾക്കുമായുള്ള അംഗീകാരമായാണ് അവാർഡ് നൽകുന്നത്. നവംബർ 19 മുതൽ 21 വരെ ഗയാനയിലെ ജോർജിയ ടൗണിൽ നടക്കുന്ന ഇന്ത്യൻ കരീബിയൻ കമ്മ്യൂണിറ്റി ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തേക്കും. ഈ അവസരത്തിൽ പ്രസിഡന്റ് സിൽവാനി ബർട്ടൺ മോദിക്ക് ഡൊമിനിക്ക അവാർഡ് ഓഫ് ഓണർ നൽകുമെന്ന് ഡൊമിനിക്ക പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. COVID-19 മഹാമാരി ലോകത്തെ പിടിമുറുക്കിയ കാലത്ത് ഡൊമിനിക്ക ഉൾപ്പെടെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളെ ചേർത്തു നിർത്തിയത് ഇന്ത്യയാണ്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച COVID-19 പ്രതിരോധ വാക്സിൻ ഇവർക്ക് ഇന്ത്യ നൽകുകയും ചെയ്തു. 2021 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൊമിനിക്കയ്ക്ക് 70,000 ഡോസ് COVID-19 വാക്സിൻ വിതരണം ചെയ്തിരുന്നു. മറ്റ് കരീബിയൻ അയൽ രാജ്യങ്ങൾക്കും പിന്തുണ നൽകാൻ ഡൊമിനിക്കയെ പ്രാപ്തമാക്കിയ ഇന്ത്യയുടെ സമ്മാനമാണിത് എന്നാണ് പ്രസ്താവനയിൽ പറഞ്ഞിരുന്നത്. ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, വിവര സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ മോദിയുടെ നേതൃത്വത്തിൽ ഡൊമിനിക്കയ്ക്ക് നൽകിയ പിന്തുണയും ആഗോളതലത്തിൽ കാലാവസ്ഥ, പ്രതിരോധ, നിർമ്മാണ സംരംഭങ്ങളും സുസ്ഥിര വികസനവും പ്രോത്സാഹിപ്പിക്കുന്നതിലും അദ്ദേഹം വഹിച്ച പങ്കും കണക്കിലെടുത്തിട്ടാണ് അവാർഡ് നൽകിയിരിക്കുന്നത്. ഡൊമിനിക്കയോടും വിശാലമായ കരീബിയൻ ദ്വീപ് സമൂഹത്തോടും മോദിയുടെ ഐക്യദാർഢ്യത്തിനുള്ള തന്റെ രാജ്യത്തിന്റെ നന്ദി പ്രകടനമായാണ് പുരസ്കാരമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം മാതൃരാജ്യത്തിന്റെ മഹത്വം സംരക്ഷിക്കാൻ സർവവും ത്യജിച്ച ധീര യോദ്ധാവായ ഭഗവാൻ ബിർസ മുണ്ടയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ അദ്ദേഹം എത്തിയിരുന്നു. മാതൃരാജ്യത്തിന്റെ മഹത്വം സംരക്ഷിക്കാൻ സർവവും ത്യജിച്ച ധീര യോദ്ധാവാണ് ഭഗവാൻ ബിർസ മുണ്ടയെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. വിവിധ അവസരങ്ങളിൽ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന വീഡിയോകളും മന്ത്രി എക്സിൽ പങ്കുവച്ചിട്ടുണ്ട്. ബിർസ മുണ്ടയുടെ 150-ാം ജന്മവാർഷിക ആഘോഷത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെ 6,640 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷവും വിസ്മരിക്കപ്പെട്ട നിരവധി ധീര യോദ്ധാക്കൾക്കാണ് അർഹമായ ആദരവ് രാജ്യം നൽകി തുടങ്ങിയതും. ജൻജാതീയ ഗൗരവ് ദിവസ് അതിന് ഉദാഹരണമാണ്. 2021 പ്രധാനമന്ത്രിയുടെ ആഹ്വാനപ്രകാരം ബിർസ മുണ്ടയുടെ ജയന്തി ജൻജാതീയ ഗൗരവ് ദിവസമായി ആഘോഷിക്കാൻ തുടങ്ങിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.